വാട്സപ്പിൽ നമുക്കറിയാം ഒരുപാട് പുതിയ നല്ല നല്ല ഫീച്ചറുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ് നമുക്ക് വാട്സപ്പിലുള്ള ഓരോ ചാറ്റ് ലിസ്റ്റിലും ഓരോ വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയും എന്നത്. അതായത് നമ്മൾ വൈഫുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ചാറ്റ് ലിസ്റ്റിൽ വൈഫിൻ്റെ ഫോട്ടോ വാൾപേപ്പറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ മകനുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നതെങ്കിൽ മകൻ്റെ ഫോട്ടോ വാൾപേപ്പറായിട്ട് ആ ചാറ്റ് ലിസ്റ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ വ്യക്തിയുടെയും ചാറ്റ് ലിസ്റ്റിൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് നമുക്ക് വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഇപ്പോൾ വാട്സപ്പ് നിലവിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനു മുമ്പ് വാട്സപ്പിൻ്റെ ഡാർക്ക് തീം സെറ്റ് ചെയ്യുന്ന ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തതാണ്. അത് അറിയാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ വലതുവശത്തുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ചാറ്റ്സ് എന്ന ഭാഗം കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് തീം എന്ന ഭാഗവും വാൾപേപ്പർ എന്ന ഭാഗവും കാണാം. ഈ വാൾപേപ്പർ എന്ന കാണുന്ന ഭാഗം നമുക്ക് മൊത്തത്തിൽ വാട്സപ്പിൻ്റെ വാൾപേപ്പർ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഏറ്റവും മുകളിൽ കാണുന്ന തീം എന്ന ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം ഡിഫോൾട്ട് എന്നും ലൈറ്റ് എന്നും ഡാർക്ക് എന്നും 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. സിസ്റ്റം ഡിഫോൾട്ട് എന്നത് പുതിയ ഫോണുകളിൽ ഇപ്പോൾ സിസ്റ്റം ഡിഫോൾട്ട് എന്ന ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മൊബൈലിൽ ഏതാണോ തീം സെറ്റ് ചെയ്തത് അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡാർക്ക് തീമാണെങ്കിൽ ഡാർക്ക് തീം നമ്മൾ മാറുന്നത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിലും ഓട്ടോമാറ്റിക്കായിട്ട് മാറി വരും. അതാണ് സിസ്റ്റം ഡിഫോൾട്ട്. തൊട്ട് താഴെ നിങ്ങൾക്ക് ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് സെലക്ട് ചെയ്യാം, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ വാട്സപ്പിൻ്റെ തീം ചേഞ്ച് ആകുന്നതായിരിക്കും. അതിന് പുറമെ നിങ്ങളിവിടെ വാൾപേപ്പർ എന്ന ഭാഗം കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാട്സപ്പിൻ്റെ മൊത്തത്തിലുള്ള വാൾപേപ്പർ മാറ്റാനുള്ള ഓപ്ഷനാണ്. ഇവിടെ ചേഞ്ച് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രൈറ്റ് എന്ന ഭാഗത്ത് ഒരുപാട് വാൾപേപ്പർ അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോളിഡ് കളേഴ്സ് എന്ന ഭാഗത്ത് ഒരുപാട് കളേഴ്സ് അവർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാർക്ക് എന്ന ഭാഗത്തും ഒരുപാട് ഡാർക്ക് വാൾപേപ്പർ അവർ നൽകിയിട്ടുമുണ്ട്. അതിനുശേഷം താഴെ നിങ്ങൾക്ക് മൈ ഫോട്ടോസ് എന്ന ഭാഗം കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് മൊത്തത്തിൽ നിങ്ങൾക്കിവിടെ കാണുന്നില്ല എങ്കിൽ വലതുവശത്തുള്ള 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗാലറി എന്ന ഭാഗം കാണാം, അതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറിയിൽ നിന്നും ഏത് ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ മൊത്തത്തിലുള്ള വാൾപേപ്പർ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് വാൾപേപ്പർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ മൊത്തത്തിലുള്ള വാൾപേപ്പർ മാറി വരുന്നതായിരിക്കും. അതിന് പുറമെ നിങ്ങൾക്ക് ഓരോ ചാറ്റ് ലിസ്റ്റിലും എങ്ങനെയാണ് വാൾപേപ്പർ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ആളെ തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്ക് മുകളിൽ കാണുന്ന വലതുവശത്തുള്ള 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴെയായിട്ട് നിങ്ങൾക്ക് വാൾപേപ്പർ എന്നൊരു ഓപ്ഷൻ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ചേഞ്ച് എന്ന ഭാഗം കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മൈ ഫോട്ടോ എന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഏതാണ് ബ്രൈറ്റ് വേണമെങ്കിൽ ബ്രൈറ്റ് സെലക്ട് ചെയ്യാം, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് സെലക്ട് ചെയ്യാം, സോളിഡ് കളേഴ്സ് നിങ്ങൾക്ക് കളേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ഫോട്ടോസാണ് സെലക്ട് ചെയ്യണമെങ്കിൽ മൈ ഫോട്ടോസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരുപാട് ഫോട്ടോ നിങ്ങൾക്ക് മൈ ഫോട്ടോസിലുണ്ടാകും. മൊത്തം ഫോട്ടോ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ വലതുവശത്തുള്ള 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിയിലുള്ള മൊത്തം ഫോട്ടോസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫോട്ടോ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റ് വാൾപേപ്പർ എന്ന ഭാഗം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ലിസ്റ്റിൽ വേണ്ടി മാത്രമാണോ ഈ ഫോട്ടോ വേണ്ടത്, അല്ല മൊത്തത്തിൽ വാൾപേപ്പർ ചേഞ്ച് ആകണോ, അതായത് വാട്സപ്പിലുള്ള മൊത്തം ചാറ്റ് ലിസ്റ്റിലും ഈ വാൾപേപ്പർ ചേഞ്ച് ആക്കണോ എന്ന് ചോദിക്കും. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. ഈ ഒരു ചാറ്റ് ലിസ്റ്റിൽ വേണ്ടി മാത്രമാണ് ഈ വാൾപേപ്പർ വേണ്ടത് എന്ന ഭാഗം തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കപ്പാസിറ്റി നമുക്ക് കൂട്ടുവാനും കുറക്കുവാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് എത്രത്തോളം ഇതിൻ്റെ കപ്പാസിറ്റി വേണം എന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിൽ വെച്ചതിന് ശേഷം ബാക്ക് വരികയാണ്.
ബാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ചാറ്റ് ലിസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ഫോട്ടോ വന്ന് കിടക്കുന്നതായിട്ട്. ഇതുപോലെ ഓരോ ചാറ്റ് ലിസ്റ്റിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ തിരഞ്ഞെടുത്ത് വാൾപേപ്പറായി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആ വാൾപേപ്പർ വേണ്ട, ഇനി നിങ്ങൾക്ക് അത് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ അതേ ചാറ്റ് ലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വാൾപേപ്പർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ ചേഞ്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഡിഫോൾട്ട് വാൾപേപ്പർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ അതേ ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾക്ക് മാറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിമൂവ് കസ്റ്റം വാൾപേപ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൾപേപ്പർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഞാനിപ്പോൾ റിമൂവ് കസ്റ്റം വാൾപേപ്പർ എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണ്. തുടർന്ന് റിമൂവ് എന്ന ഭാഗം ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ചാറ്റ് ലിസ്റ്റിൽ എൻ്റെ വാൾപേപ്പർ ഇല്ല. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ചാറ്റ് ലിസ്റ്റിലും വാൾപേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് നൽകിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.